ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ യുഎയിലേക്ക് മൂവ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ട് കിട്ടിയായിരുന്നു, ഒരുപാട് വ്യൂസും കമൻസും ഒക്കെ വന്നായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പോകുന്നത് അബുദാബിയിലേക്കാണ്. അപ്പോൾ അനിയൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അബുദാബിയിൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ, അപ്പ, അമ്മ, മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ദേര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ദേര എക്സാക്റ്റ് ദേര അല്ല, അതിൻ്റെ അടുത്ത് ബറാഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്താണ്. അപ്പം അൽ ബറാഹ അതിൻ്റെ അടുത്താണ്, അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മളിപ്പം അബുദാബിയിലേക്കാണ് പോകുന്നുള്ളത്. അനിയന് വീക്കെൻഡിൽ ഓൻ്റെ ലീവുള്ള ദിവസം വന്നതാണ് കേട്ടോ. അന്ന് വന്നിട്ട് നമ്മളവിടെ താമസിച്ച് പിറ്റേ ദിവസം നമ്മളിങ്ങനെ യാത്ര പോകുന്നതാണ്. കമൻസിൽ ഒരുപാട് പേര് സ്ഥലം ഞാൻ പറയാണ്ട് തന്നെ പറഞ്ഞായിരുന്നു ബറാഹ എന്നവർ. ആ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞതായിരിക്കും. കുറേ ആൾക്കാരുടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കുറേ ആൾക്കാരെ കാണാമെന്നൊക്കെ പറഞ്ഞ് പേഴ്സണൽ മെസ്സേജ് അയച്ചായിരുന്നു. എന്തായാലും കാണാൻ പറ്റുന്ന ആൾക്കാരെല്ലാം കാണാം. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം തരുന്നു സപ്പോർട്ടിനൊക്കെ. അപ്പോൾ ഇതപ്പോൾ നമ്മൾ ദുബായ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ല, അബുദാബിയിലേക്കാണ്. അബുദാബിയിലേക്ക് നല്ല ഡ്രൈവ് ഉണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ ബുർജ് ഖലീഫ കണ്ടപ്പം എടുത്തതാണ്. എന്തായാലും ബുർജ് ഖലീഫ എല്ലാം പിന്നെ എല്ലാവരും വീഡിയോസിലും റീൽസിലൊക്കെ കാണിച്ച സംഭവമാണ്. അങ്ങനെ വലിയ സംഭവമായിട്ട് ഞാൻ കാണിക്കുന്നില്ല. എനിക്കത് ഫസ്റ്റ് കാണുമ്പോൾ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഉമ്മാൻ്റെ കാക്കാൻ്റെ മോനെ, അതായത് ഉമ്മാൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, അദ്രയിച്ചാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തേക്ക് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓരോ അൽക്കൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെയാണ് ഓരോരു ഷോപ്പിലാണുള്ളത്. സ്നോ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അത്തറും സ്പ്രേയും ഈ കൂളിംഗ് ഗ്ലാസും പേഴ്സും അങ്ങനെ കുറേ സാധനങ്ങളുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ പർച്ചേസിന് വരാം. ഇപ്പോൾ അത്രേച്ച നമുക്കിതാ സ്പ്രേ എല്ലാം കാണിക്കുന്നുണ്ട്, അത്തറെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെയുള്ള. എന്തായാലും നല്ല കുഞ്ഞ് ഷോപ്പാണെങ്കിലും നല്ല എല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുള്ള നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ സെയിനെല്ലാം അത്തറ് എല്ലാം കാണിക്കുന്നുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞു എനിക്ക് ഒരു അത്തറ് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട്, അത്തറല്ല സ്പ്രേ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അത്രയിച്ച തന്നെ ഉണ്ടാക്കുന്ന സ്പ്രേ ആണിത്. ഞങ്ങൾ വിളിക്കുന്നത് അത്രയിച്ച എന്നാണ്. അപ്പോൾ അത്രയിച്ച സ്പ്രേ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ എക്സ്പേർട്ടാണ് കേട്ടോ ആൾ. കുറേ വർഷമായിട്ട് ഇത് അറിയുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗത്തുള്ള ആൾക്കാർ, ഇങ്ങോട്ടെല്ലാം ഉള്ള ആൾക്കാർ നാട്ടിലൊക്കെ പോകണമെങ്കിലൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ഒക്കെ വാങ്ങണമെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ വാങ്ങാം. നല്ലതായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ സ്പ്രേ. ഭയങ്കര അടിപൊളി മണമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ട് ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തായാലും ഉണ്ടാക്കിയ ആ ഒരു അത്രയും എന്തൊരു പേരും പറഞ്ഞായിരുന്നു, എനിക്കതിപ്പോൾ ഓർമ്മയില്ല. സ്പ്രേ നല്ല മണമായിരുന്നു. അത് ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡും എല്ലാ ബ്രാൻഡ് സ്പ്രേ ഒക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ സ്പ്രേ ഇപ്പോൾ റെഡി ആകുന്നുണ്ട്. അത് കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. ഉമ്മാൻ്റെ കാക്കാൻ്റെ മോനാണ് കേട്ടോ, കസിൻ ബ്രദറാണ്. അവർ ഭയങ്കര ബന്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഉമ്മ കസിൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇപ്പം എൻ്റെ അനിയനാണെങ്കിൽ ഓരോട് നല്ല ദുബായിൽ തന്നെയുള്ള നല്ല ബന്ധം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആണ് നമ്മളും മക്കളും ആ ഒരു ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും നല്ല ബന്ധമാണ്. എന്തായാലും ഇതാണ് എൻ്റെ സ്പ്രേ, എനിക്ക് ഉണ്ടാക്കി തന്ന സ്പ്രേ. ഇതെൻ്റെ അനിയന് ഓൻ്റെ ഫേവറേറ്റ് കൊടുത്തതാണ് കേട്ടോ. ഓൻ എപ്പോഴും ഇവിടെ ഓൻ്റെ ഒരു ഫേവറേറ്റ് ഒന്നുണ്ട്, അത്രയിച്ചൊക്കെ അറിയാത്തതാണ് ഓന് കൊടുത്തത്. പിന്നെ അതാ ചായയൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കാൻ ചായ, സമൂസ, പഴംപൊരി അതെല്ലാം കഴിച്ച്. എൻ്റെ ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ യു എയിൽ. റാഷിൻ്റെ ആണെങ്കിൽ ഒരുപാട് ഫാമിലി ഉണ്ട്. ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ. ഒരുപാട് പേര് ചോദിച്ചു US നിന്ന് യു എയിലേക്ക് മാറാനുള്ള കാരണം എന്താണെന്ന്. മെയിനായിട്ട് ഇത് തന്നെയാണ് കേട്ടോ, നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെയാണ്. പിന്നെ ഈ ഒരു സോഷ്യൽ ലൈഫും, ഇത്രയൊന്നും അവിടെ സോഷ്യൽ ലൈഫ് ഇല്ല. നമ്മളിപ്പം വന്നിട്ടുള്ളത് എൻ്റെ ആപ്പാൻ്റെ മോള് ജൂബീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഓഫീസിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ ഒന്നിച്ചിട്ടാണ് അബുദാബിയിലേക്ക് പോകുന്നത്. എൻ്റെ ആപ്പാൻ്റെ മോളാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ അറിയാം. ജൂബിനെ കുറേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ജൂബിൻ്റെ മക്കളും എൻ്റെ മക്കളും ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അതാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവർക്കൊരു ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായി കൊടുക്കാൻ, അതൊക്കെ ഓടിപ്പോയിട്ട് കൊടുത്ത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ യാത്ര. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്, പണ്ടേ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരേ സമയത്തിന് ദുബായിലേക്കും വന്ന് അതൊരു ലക്ക് തന്നെയാണ്. എന്തായാലും ഞങ്ങൾ ഒന്നിച്ചിട്ട് കബീറും ഞങ്ങളെ ഹസ്ബൻഡ്സ് എല്ലാവരും നല്ല കുടുംബം, നല്ല രസമാണ്. നല്ല കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവും. ലിയാൻ്റെ ഫേസിൽ പെയിൻറ്റ് അവിടുത്തെ ഫംഗ്ഷന് അവിടുന്ന് വരച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടത്. അങ്ങനെ ഇപ്പോൾ അബുദാബിയിലേക്കുള്ള യാത്ര തുടരാണ്. കബീറാണ് ഡ്രൈവ് ചെയ്യുന്നുള്ളത്. കബീർ ഫുള്ള് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. കബീർ തന്നെയാണ് അധികം ഡ്രൈവ് ചെയ്യലും.
എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ എവിടെയും പോകാനൊന്നും തുടങ്ങിയിട്ട് AK വരുമ്പോഴാണ് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകുന്നത്. അതല്ലാതെ മുറ്റത്ത് തന്നെയുള്ള പാർക്കിലോ അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് നടക്കാനോ പർച്ചേസിനോ പോകുന്നില്ലാതെ അങ്ങനെ എവിടെയും പോകാറില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ മൂത്താൻ്റെ മോന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോകുന്ന വഴിയിലാണ് ഓനുള്ളത് അസർപ്പൂച്ച. അപ്പോൾ അസർപ്പൂച്ചാനെ കാണാനായിട്ട് നമ്മളിവിടെ വഴിയിൽ എനിക്ക് സ്ഥലം അറിയില്ല, ഇവിടെ വന്നിട്ട് അസർപ്പൂച്ചാനെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അസർപ്പൂച്ച നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അസർപ്പൂച്ച. എൻ്റെ മുത്താൻ്റെ മോനാണ്, കസിൻ ബ്രദറാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ ആൾക്കാരുണ്ട് എനിക്ക്, കുറേ ഫാമിലീസ് ഉണ്ട് ഇവിടെ. അതാണ് ഏറ്റവും ദുബായിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു കാരണം എന്നും കൂടെ ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഇരിക്കുമ്പോഴേ എല്ലാവരും പറയും ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അമേരിക്കയിലിരിക്കുമ്പോൾ പറയും ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല രസമുണ്ട് എല്ലാവരായിട്ട്. അപ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എന്നാൽ മക്കളൊക്കെ ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ദുബായിലേക്ക് മൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അസ്രപ്പൂച്ച ഇപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ കുടിക്കുകയാണ്. അത് കൂടാണ്ട് പിള്ളേർക്ക് ഫ്രൂട്ടിയും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഓറ് നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ പോയ സമയത്ത് നമ്മൾ പിള്ളേരെ അടുത്ത് നിൽക്കുന്നുണ്ട്. വീട് മുമ്പിൽ തന്നെ ഒരു ഈത്തപ്പഴത്തിൻ്റെ മരം കണ്ട്, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അതിൽ പച്ച ഈത്തപ്പഴം വീണിട്ട് അപ്പോൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പുതുമയായിരിക്കും, പക്ഷേ എനിക്കിത് ഫസ്റ്റ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ ഒരു പുതുമയിൽ എടുത്തതാണ്. ഇവിടെ മുറ്റത്ത് നിറച്ചും അതിന് ചുവട്ടിൽ നിറച്ചും ഇങ്ങനെ ഈത്തപ്പഴം ഉണങ്ങി വീണിട്ടും കാണാം. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഈത്തപ്പഴമൊക്കെ പിടിച്ച ഫാമിലൊക്കെ പോകണം എന്നുള്ളത്. ആ സമയത്ത് അവിടെ നിന്നൊരു ഫ്ലൈറ്റും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്നത് നന്നായിട്ട് അടുത്ത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജ്യൂസെല്ലാം കുടിക്കുന്നുണ്ട്. ഇത് അസർപ്പൂച്ചാൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇരുത്തിയിട്ടാണ് അവർ പോയത്. ഇതൊരു ട്രക്ക് മോഡൽ വണ്ടിയാണ്. ഈ സ്ഥലം എന്തായാലും ഭയങ്കര ക്യൂട്ടാണ്, നല്ലതുണ്ട്. പിന്നെ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് ഇതിലിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ റാശി ഇരുത്തിയതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ കബീറിൻ്റെ വണ്ടിയിലേക്ക് മാറിയിട്ട് പിന്നെയും അബുദാബിയിലേക്ക് യാത്ര തുടരാണ് കേട്ടോ. ഒരുപാട് സംസാരിച്ച് പോയതുകൊണ്ട് തന്നെ യാത്ര നമുക്ക് അത്ര ലോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തതേ ഇല്ല. ഞങ്ങളിപ്പോൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആമ, അതാണ് ആപ്പാൻ്റെ മക്കളാണ് ഇതൊക്കെ. നമ്മളെ പേരിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും വീടിൻ്റെ അടുത്തടുത്താണ് വീട്. ഞാനിപ്പോൾ ഇതൊക്കെ ബിറോനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സെൽഫി വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. ഇതാണ് ആപ്പാൻ്റെ മോന് ഷബാബിന് ഞങ്ങൾ ഭയങ്കര പിരിസാണ് നമുക്ക് ഓനും. അങ്ങനെ ഓനോട് കഥയൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ ഇത്താക്കും ഉമ്മാക്കൊക്കെ വിളിച്ച് സബാബിനെ കാണിച്ചു. ഓന് പറഞ്ഞ് എല്ലാവരും വീഡിയോ കോളൊക്കെ കാണണമെന്ന്. പിന്നെ നമ്മൾ കിഡ്സൊക്കെ ഇരുന്നിട്ട് കഥ പറയുമ്പോൾ ഓരൊരു വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഫുഡാണ് കേട്ടോ. അമ്മ പൂരിയും ഇറച്ചിക്കറിയും ഉണ്ടാക്കി ബാക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കാനിരുന്ന്. ഞാൻ അമേരിക്കയിലുണ്ടാകുമ്പോൾ എപ്പോഴും ഇവിടെ എല്ലാവരും കൂടുന്നതൊക്കെ അടന്നിരുന്ന് കാണും. ഇന്നിപ്പോൾ ഞങ്ങളും കൂടെ അതിലേക്കൊക്കെ ഓടിയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഇനി പെരുന്നാളിന് കാണാമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞത്. ഇൻഷാ അല്ലാഹ് പെരുന്നാളാവാനായാലും ഇപ്പം. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ആപ്പ താമസിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി. അങ്ങനെ ഇപ്പോൾ ആപ്പാനോട് ആമാനോടൊക്കെ ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടൊരു മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടു, ഒരുപാട് സംസാരിച്ച്, ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. തിരിച്ച് നമ്മൾ പോവാണ്. ഒരുപാട് ലേറ്റായി നൈറ്റ്. ദുബായിൽ ഇങ്ങനെയാണല്ലോ, ലേറ്റ് നൈറ്റാണ് ലൈഫൊക്കെ. അമേരിക്കയിലൊക്കെ നമ്മൾ നേരത്തെ കിടന്നിറങ്ങും. എന്തായാലും കാഴ്ചകൾ വരുന്ന വഴിയിൽ ഈ ഒരു സിറ്റിയും ഒരു ലൈറ്റ്സൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്രയാണ് അബുദാബി വിശേഷം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെന്നെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.